എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പവർ ഡ്രൈവ് CA20 എന്നുള്ള പവർ ആംപ്ലിഫയറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ് H പ്രൊഫഷണൽ ആംപ്ലിഫയറാണ്. ഇതിൻ്റെ റിപ്പയറിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺ സൈഡ് ഒരു ചാനലിൽ വയർ തമ്മിൽ ഷോർട്ട് ആവുകയും അതിൻ്റെ ഒരു സൈഡ് കത്തി പുക വന്നു എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നവർ പറഞ്ഞു. ഞാനൊരു 3-4 മാസത്തിന് മുന്നേ ഈ ഒരു ആംപ്ലിഫയർ റിപ്പയർ ചെയ്ത് കൊടുത്തതായിരുന്നു. അന്നും ഇതേ കണക്ക് കത്തിച്ച് അതിൻ്റെ ട്രാൻസിസ്റ്റർ മൊത്തം കത്തിച്ചാണ് ഇത് കൊണ്ടുവന്നത്. അന്നും ഞാനിത് റെഡിയാക്കി കൊടുത്തിട്ടു. ഇന്നിപ്പോഴും പിന്നെയും ഒരു കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആംപ്ലിഫയർ പിന്നെയും കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്കിതിൽ പവർ കൊടുത്ത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റാണ് ഈ ഒരു ആംപ്ലിഫയർ. അതായത് ഇതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 6000 വാട്ട്സ് ആണ്. 6000 വാട്ട്സ് പവറുള്ള ഒരു ആംപ്ലിഫയറാണ്. അത് തന്നെ 2 ചാനലായിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ വന്നിരിക്കുന്നത്, ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാനലിൽ 2 ohms നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3000 വാട്ട്സ് പവർ വരും. അപ്പോൾ 2 ചാനലിലും കൂടെ ആകുമ്പോഴത്തേക്കും 2 ohmസിൻ്റെ സ്പീക്കർ വെച്ചിട്ട് നമുക്ക് 6000 വാട്ട്സ് പവർ എടുക്കാൻ പറ്റും. അതേ കണക്ക് 4 ohmസിൻ്റെ സ്പീക്കറാണ് കണക്ഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചാനലിൽ നമുക്ക് 2400 വാട്ട്സ് പവർ എടുക്കാൻ പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ 8 ohmസിൻ്റെ സ്പീക്കറാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് 1400 വാട്ട്സ് പെർ ചാനലിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനും പറ്റും. കാര്യം ഇത് ക്ലാസ് Hൽ ഫുൾ എഫിഷ്യൻസിയിൽ പണിതിരിക്കുന്ന അതിൻ്റെ ബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് ഫുൾ എഫിഷ്യൻസിയിലാണ് ചെയ്തിരിക്കുന്നത് ക്ലാസ് H സീരീസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 2 ചാനലും ബ്രിഡ്ജ് ചെയ്ത് നമുക്കൊരൊറ്റ ചാനലാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 4 ohmസിൽ ആ ഒരു സിംഗിൾ ചാനലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 വാട്ട്സ് തന്നെ 4 ohmസിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയറാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ചാനൽ 1 ആണോ 2 ആണോ പോയതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർന്നില്ല, ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് 2 പാർട്ടായിട്ട് ആയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ റിപ്പയറിങ് വീഡിയോസ് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം ഇതിൻ്റെ മേളിൽ ടൊറോയുടെ ട്രാൻസ്ഫോമർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വലിയ നെട്ടിട്ടാണ്, ഒരു 14-ൻ്റെ നെട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോൾട്ട് വെച്ചിട്ടാണ് 2 സൈഡിൽ നിന്നും ഇതേ കണക്കുള്ള 2 ബോൾട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ടൊറോയുടെ ട്രാൻസ്ഫോമർ ഇതിനകത്ത്. ഇതിൻ്റെ സൈഡ് ഈ സൈഡിലുമായിട്ടാണ് ഇതിൻ്റെ സ്ക്രൂകളൊക്കെ വരുന്നത്. അത് ഓരോന്നായിട്ട് അഴിച്ചിറക്കി എടുക്കാം. സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ഇതാണ് ഇരിക്കുന്നത്. ഇത് സെക്കൻഡ് ചാനൽ, ഇത് ഫസ്റ്റ് ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വർക്ക് ചെയ്തത് ഈ ഒരു ചാനലിലായിരുന്നു. കഴിഞ്ഞ തവണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സൈഡിലായിരുന്നു കംപ്ലൈൻറ്റ്. ഇവിടെ പുതിയ മാറ്റേൻ്റെ ഇവിടെ ഇത് ഇപ്പോഴും കാണാം. ഇവിടെ ഇത് ക്ലാവ് പിടിച്ചിട്ടില്ല. ഈ 2 എണ്ണം ഞങ്ങൾ വന്ന് മാറ്റിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു 4 ട്രാൻസിസ്റ്ററും കൂടെ മാറിയായിരുന്നു. ഇത് പവർ ട്രാൻസിസ്റ്ററാണ്. അതായത് നമ്മൾ TTC 5200 പിന്നെ 2SA 1941 ഇതിൽ വരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് കത്തിപ്പോയിരിക്കുന്നത്
ചാനൽ 1 ആണ്. ചാനൽ 1ൻ്റെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. ഈ ഒരു സെക്ഷൻ വരുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു ആമ്പിനെ ഫുൾ എഫിഷ്യൻസി ആമ്പ് അല്ലെങ്കിൽ ഫുൾ എഫിഷ്യൻസി പിന്നെ പവർ ആമ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതില്ലാതെയും ഈ ഒരു സെക്ഷൻ ഇല്ലാതെയും വരുന്നുണ്ട്. അത് നമ്മുടെ സ്പീക്കർ ഡ്രൈവ് ചെയ്യുന്ന സെക്ഷൻ മാത്രമായിട്ട് വരും. അത് ഫുൾ എഫിഷ്യൻസിയിൽ വരത്തില്ല. അതിൻ്റെ ഫുൾ എഫിഷ്യൻസി സർക്യൂട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷനും കൂടെ വരും. ഇത് നമ്മുടെ ഇൻപുട്ട്, അതായത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വോൾട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പവറിനനുസരിച്ചായിരിക്കും ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വലിയ ഡാമേജ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഈ പിന്നെ ട്രാൻസിസ്റ്റർ, ഇത് മോസ്ഫെറ്റാണ്, ഹൈ ആംപിയർ മോസ്ഫെറ്റ്. ഇതെല്ലാം ഡയോഡ് ഉൾപ്പെടെ എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് ബോർഡും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് ബോർഡിൻ്റെ അകത്തിരിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു ട്രാൻസിസ്റ്റർ വരെ ഇതിൽ കത്തിയിട്ടുണ്ട്. പ്രിൻ്റ് കത്തിപ്പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഈ ഒരു സെക്ഷനായിട്ട് ആംപ്ലിഫയറിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഡാമേജസുകളുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ അഴിച്ചെടുത്ത സമയത്ത് ഇവിടെയുള്ള ഒരു IC കത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു മോസ്ഫെറ്റ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ മോസ്ഫെറ്റും ഒരു ഷോർട്ടായി കത്തിപ്പോയിട്ടുണ്ട്. ഇവിടെ പ്രിൻ്റ് ഡാമേജസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു LM311ൻ്റെ ഓപ്പ് ആമ്പ് IC ഉണ്ട്. ഈ ഐസിയും പോയിട്ടുണ്ട്. പിന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അടിയിൽ 2 ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഈ സൈഡിൽ ആ ട്രാൻസിസ്റ്ററും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ബൾജായിട്ട് നിൽക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഈ സൈഡിൽ കൂടുതൽ ഡാമേജസ് ആയിട്ട് വന്നിരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ഷീൽഡ് തന്നെ, നല്ല കട്ടിയുള്ള ഷീൽഡാണിത്. ഈ ഒരു കട്ടിയുള്ള ഷീൽഡ് തന്നെ കത്തി നശിച്ചു പോയിരിക്കുകയാണ്. ഇത്രയ്ക്ക് കത്തിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ എല്ലാം 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ മാറിയിരുന്ന ഈ മോസ്ഫെറ്റ് മാറണം. മോസ്ഫെറ്റിൻ്റെ കൂടെ തന്നെ ഡയോഡും ഉണ്ട്. 2 ഡയോഡും 4 മോസ്ഫെറ്റുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം മാറണം. പിന്നെ ഈ കാർഡ് ഇളക്കണം. ഈ കാർഡ് ഇളക്കിയിട്ട് ഈ കാർഡിലുള്ള ഓപ്പ് ആമ്പ് IC 4 ഓപ്പ് ആമ്പ് IC മാറണം. പിന്നെ അതേ കണക്ക് തന്നെ ഈ ട്രാൻസിസ്റ്റർ ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് 8 ട്രാൻസിസ്റ്റർ ഉണ്ട്. സെയിം ആ 8 ട്രാൻസിസ്റ്ററും മാറണം. അപ്പോൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം ഇത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇവിടുത്തെ ഈ ഓരോ റെസിസ്റ്റൻസും ഇളക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് 1 by 1 ആയിട്ട് എല്ലാ ട്രാൻസിസ്റ്ററും ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണോ എല്ലാം പോയിട്ടുണ്ടോ അതോ 1 2 ആയിട്ടാണോ പോയിരിക്കുന്നതെന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കെടുക്കാൻ. ആദ്യം നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. ഈ ഷീൽഡ് കണ്ടോ കത്തിപ്പോയിരിക്കണം. ആ ഷീൽഡിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ. സംഗതി ഇത് SS-ൻ്റെ മെറ്റലാണ്. SS-ൻ്റെ മെറ്റലാണ് ഈ ഒരു കണ്ടീഷനിൽ കത്തിപ്പോയിരിക്കുന്നത്. ഇത് മൊത്തം നല്ല ഇത് പൊട്ടിത്തെറിച്ച് പിന്നെ പോകാനുള്ളതിന് ഈ ഒരു SS-ൻ്റെ മെറ്റൽ ഇരുന്നുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കുകയും അങ്ങനെ കൂടുതൽ ഈ രീതിയിലുള്ളൊരു ഡാമേജ് വരാൻ കാര്യം. ഇനി മൊത്തത്തിൽ നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഹീറ്റ് സിങ്കിന് അകത്തുനിന്ന് ഈ ബോർഡ് മാത്രമായിട്ട് ഒന്ന് അഴിച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് മാറ്റി ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇത് കാണുമ്പോൾ അറിയാം, നമ്മുടെ ഈ ഒരു സൈഡ് നല്ല രീതിയിൽ പ്രിൻ്റ് എല്ലാം ഇവിടെ എല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 മോസ്ഫെറ്റും ഇത് 2 ഡയോഡുമാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് എല്ലാം നല്ലതാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഷോർട്ടിങ് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി വിട്ടിട്ട് ഈ 5 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് ഇളക്കി വിട്ടിട്ട് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഏതിലൊക്കെയാണ് ഷോർട്ടിങ് ഉള്ളത്, ഏതൊക്കെയാണ് നല്ലതെന്നുള്ളത്. പിന്നെ വരുന്നത് ഇവിടുത്തെ എന്തായാലും ഈ മൊത്തം സെറ്റും ഇത് മൊത്തം മാറണം. ഈ ഒരു സെക്ഷൻ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സെക്ഷനാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇവിടെ പവർ വന്നിട്ടാണ് ഈ പവർ മെയിൻ സപ്ലൈ ഈ ഒരു സെക്ഷനാണ് ഇതിനെ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അതിൻ്റെ ഒരു സൈഡ് ഇതും ഒരു സൈഡ് ഇതുമാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു സൈഡ് ക്ലിയർ ആക്കാം. പവർ സപ്ലൈ സെക്ഷൻ സൈഡ് ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അഴിച്ച് ഇതിന്ന് എടുക്കണം. അത് നമുക്ക് ഇതിപ്പോൾ എല്ലാം കത്തിപ്പോയതുകൊണ്ട് ഇതിങ്ങനെ ഒടിച്ചെടുത്താലും മതിയാവും. ഇതിൻ്റെ നമ്പരെന്ന് പറയുന്നത് T412 എന്നുള്ള മോസ്ഫെറ്റാണ്. അതിൻ്റെ ഡാറ്റ ഷീറ്റ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഷീറ്റ് നമുക്ക് കിട്ടും. ഇത് പോയതുകൊണ്ട് ഇത് കണക്ക് നമുക്കിതെല്ലാം ഒടിച്ചെടുക്കാം. ഇനി ഇവിടുത്തെ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം. ഈ പ്രിൻ്റെല്ലാം നമുക്ക് റീസ്റ്റോർ ചെയ്യണം. ഇവിടുത്തെ പ്രിൻ്റും റീസ്റ്റോർ ചെയ്യണം. ഇതെല്ലാം ഇത് റീസ്റ്റോറിങ് ചെയ്യുന്നതിൻ്റെയും ഇത് ഇനിയും ബാക്കിയുള്ള ഈ ട്രാൻസിസ്റ്റർ മൊത്തം ഇത് എത്ര ട്രാൻസിസ്റ്റർ ഉണ്ട്? വൺ സൈഡിൽ 1 2 3 4 5 6 7 8 ട്രാൻസിസ്റ്ററാണ് ഒരു സൈഡിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നും ഈ ഒരു സൈഡ് പ്രിൻ്റെല്ലാം നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യണമെന്ന് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ കാണാം ബാക്കി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.